കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഒക്കെ നാളത്തെ പ്രൊമോ വിശേഷത്തിലേക്ക് പോലോ. നാളെയാണ് ആ അടിപൊളി വിശേഷം നടക്കാൻ പോകുന്നത്. സുധീനെ അങ്ങനെ ചന്ദ്രമതി കാണുവാണ് ക്ഷേത്രത്തിൽ വെച്ച്. അതിനുശേഷം സുധിയുടെ കോലം കണ്ടു കഴിഞ്ഞപ്പോ ചന്ദ്രമതിയുടെ നെഞ്ചു പൊട്ടിപ്പോവാണ്. ചന്ദ്രമതിയുടെ സമനില തെറ്റിപ്പോകുന്ന കുറച്ച് നിമിഷങ്ങളാണ് പിന്നീട് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അടിപൊളി വിശേഷങ്ങളും പിന്നീട് രേവതിയെ ആശ്വസിപ്പിക്കുന്ന രവീന്ദ്രന് അതൊക്കെയാണ് നാളെ ഇപ്പൊ കാണിച്ചിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ നമ്മളെല്ലാവരും കുറെ ദിവസമായിട്ട് കാത്തിരിക്കുന്ന എപ്പോഴാണ് ചന്ദ്രമതി ഇനിയിപ്പോ സുധിയെ കാണാൻ പോകുന്നത്, സുധിയുടെ അവസ്ഥ എങ്ങനെ എപ്പം മനസ്സിലാക്കാൻ പറ്റും. കാനഡയ്ക്ക് പോയെന്നൊക്കെ ഓർത്ത് വളരെ പ്രതീക്ഷയോടെ ഇരുന്ന ചന്ദ്രമതിക്ക് നല്ലൊരു അടി കിട്ടിയായിരുന്നു. അവൻ കാനഡയ്ക്ക് പോയില്ല. അവന്റെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ റിന്യൂവൽ ചെയ്യാനായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ എവിടെയോ ഉണ്ട്. അപ്പൊ അവന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച് എന്റെ കൺമുന്നിൽ കൊണ്ട് കാണിക്കണേ ഭഗവാനെ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി പ്രാർത്ഥിച്ചിരിക്കുമായിരുന്നു. ആലുംപുറത്ത് അമ്മന്റെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ കുറെ ദിവസം അടുപ്പിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു പോയി. നാരങ്ങാമാലയൊക്കെ സമർപ്പിച്ച് ദേവിക്ക്. എന്നിട്ടൊന്നും സുധിയെ കണ്ടു കിട്ടാനായിട്ട് സാധിച്ചില്ല. പിന്നീട് അവിടെ കൈ നോക്കുന്നൊരു പുള്ളിക്കാരത്തി പറഞ്ഞു, എങ്ങനെയാണെങ്കിലും ഒരു ദിവസം നിങ്ങളുടെ മാൻ നിങ്ങളുടെ നേർക്ക് നേരെ വരും, അന്ന് നിങ്ങൾ കണ്ടെത്തും എന്ന് പറയണം. അങ്ങനെ ആ ഒരു നിമിഷം വന്നെത്തുകയാണ്. സുധിയുടെ കോലം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതിയുടെ റിലേ പോയി. ചന്ദ്രമതി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. 50 ലക്ഷം രൂപയും കൊണ്ട് പോയവനാണ്. കാനഡയ്ക്ക് പോയില്ലെങ്കിൽ ശരി, 50 ലക്ഷം രൂപ അവന്റെ കയ്യിലുണ്ടല്ലോ. അപ്പോൾ സുന്ദരമായിട്ടായിരിക്കും ജീവിക്കുന്നത്. എന്തേലും ബിസിനസ് ഒക്കെ തുടങ്ങിക്കാണും നാട്ടിലെവിടെയും. അപ്പൊ അവനെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ തനിക്ക് കുഴപ്പമൊന്നുമില്ല. അവന്റെ കൂടെ ആളും കുറച്ചു ദിവസം പോയി നിൽക്കാം. അവന്റെ ഭാര്യയും കൂടെ കാണും. അങ്ങനെ കുറേയധികം പ്രതീക്ഷകളൊക്കെ കണ്ടായിരുന്നു ഒരു ചന്ദ്രമതി. അതുകൊണ്ടാണ് ചന്ദ്രമതി എപ്പോഴും വീട്ടിലാണെങ്കിലും സുധിയെക്കുറിച്ച് അങ്ങനെ പൊക്കി പറയുന്നേ. എന്റെ മോന് ഇത്രയും പഠിച്ചവനാ, അവൻ എവിടെ ചെന്നാലും അവൻ നല്ലതായിട്ട് അവൻ ജീവിക്കാൻ അറിയാം, അവന്റെ കയ്യിൽ വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ ഉണ്ട്, പിന്നെ ഇപ്പൊ എന്തിനാ അവൻ പേടിക്കണേ, ബാക്കി എല്ലാവരെ പോലെ അവന് ഏഴാം കൂലിയായിട്ട് നടക്കുമൊന്നും അല്ലെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മുടെ സച്ചിക്കിട്ടുള്ള കൊട്ടായിരുന്നു. അന്നും രവീന്ദ്രൻ പറഞ്ഞു, അവസാന കാലത്ത് നിനക്ക് തുണയായിട്ട് നിന്റെ മോൻ സച്ചി മാത്രമേ കാണുള്ളൂന്ന്. പക്ഷെ ചന്ദ്രമതിക്ക് പുച്ഛമായിരുന്നു. അങ്ങനെ ചന്ദ്രമതി തിരിച്ചറിയാണ് ആ സത്യം. തന്റെ മോൻ സുധി ഇപ്പൊ വളരെയധികം കഷ്ടപ്പാടിലാണ് ജീവിക്കുന്നത്. ഒരു നേരത്തിന് ആഹാരത്തിന് പോലും വകയില്ലാതെ അമ്പലങ്ങളൊക്കെ കയറി ഇറങ്ങുവാണ് അന്നദാനം കഴിക്കാനായിട്ട്. അതിന് മുകളിൽ പൈസ കയ്യിലില്ല. ഒരു ജോലിക്ക് പോകാന്ന് വെച്ചാൽ അവന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലല്ലോ. അല്ലാത്ത ഒരു ജോലിക്ക് അവൻ പോകുന്നുമില്ല. ഒരു കൂലിപ്പണിക്ക് അങ്ങനെയുള്ള ജോലിക്കൊന്നും സുധി പോയില്ല. അവന് ഏതെങ്കിലും ഒരു കമ്പനിയിൽ എന്തെങ്കിലും ജോലി വേണം. സർട്ടിഫിക്കറ്റ് കയ്യിലില്ലാത്തതുകൊണ്ട് അതിനും പോകാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഏക ആശ്രയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ വന്ന് അന്നദാനം കഴിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ക്ഷേത്രത്തിൽ അന്നദാനം കഴിക്കാൻ വന്ന സമയത്താണ് സുധിയെ ചന്ദ്രമതി കാണുന്നത് തന്നെ. പിന്നെ എന്നും വന്ന് ഈ അന്നദാനം കഴിക്കാൻ വന്നു കഴിയുമ്പോഴത്തേനും അവിടെയുള്ള ആൾക്കാരൊക്കെ ശ്രദ്ധിക്കും. അവിടെ അന്നദാനം കൊടുക്കുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിക്കും. കാരണം നല്ല തൻ്റെ അവിടെ ഉള്ള ഒരു പുരുഷനല്ലേ, തണ്ടും തടിയൊക്കെ ഉണ്ട്. അയാൾക്ക് വേറെ പോയി അധ്വാനിച്ച് ജീവിച്ചൂടെ. കാരണം 3 നേരം അവിടെ ഫുഡ് കഴിക്കാൻ ചെല്ലുമ്പോഴത്തേനും അവർ തന്നെ പിന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങും. അങ്ങനെ സുധിയെ അവരെല്ലാരും കൂടെ കൂട്ടിയിട്ട് നാണം കെടുത്തുവാണ്. ആൾക്കാരുടെ മുന്നിൽ നാണം കെട്ട് തൊലി ഉരിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ചന്ദ്രമതി അങ്ങോട്ട് ചെല്ലുന്നത്. ചന്ദ്രമതിക്ക് ഈ കാഴ്ച കണ്ടപ്പോൾ നെഞ്ചു പൊട്ടുന്ന പോലെയാ തോന്നുന്നത്. ചന്ദ്രമതി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമായിരുന്നത്. അതിനുശേഷം സുധിയെ വിളിച്ചെങ്കിലും സുധി അവിടെ നിന്ന് ഓടിപ്പോയി ചെയ്ത്. പിന്നീട് ചന്ദ്രമതി സുധിയുടെ വീട് അന്വേഷിച്ചൊക്കെ പോകുന്നുണ്ട്. എന്നിട്ട് സുധിയെ കണ്ടുപിടിക്കുന്നൊക്കെ ഉണ്ട്. അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ വീട്ടിൽ പോയിട്ട് ആകെപ്പാടെ സങ്കടപ്പെട്ട് ബുദ്ധിമുട്ടിയാ രേവതി വരുന്നത്. രേവതിയുടെ ഉള്ളിലാണ് ടെൻഷനായിരുന്നു. അമ്മ തന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞു, ആദ്യം കാണുന്നതിന് മുമ്പ് പെട്ടെന്ന് പൊക്കോ, ഒത്തിരി നേരം വെളുത്ത് കഴിഞ്ഞിട്ട് ഒത്തിരിയധികം ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും, നാട്ടുകാരുടെ ചോദ്യത്തിനൊന്നും എനിക്ക് മറുപടി പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും രേവതിക്ക് തോന്നി തന്നെ ഇപ്പൊ ആർക്കും വേണ്ട. തന്റെ അച്ഛൻ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ തനിക്ക് ഈ ഗതി ഒരിക്കലും ഉണ്ടാവില്ലായിരുന്നു. തനിക്ക് ഇങ്ങനെ ഒരു വിവാഹ ബിന്ദുവേ കിട്ടത്തില്ലായിരുന്നു. തന്റെ അച്ഛൻ തന്നെ പൊന്നു പോലെ നോക്കിയാണ്, അത് മതിയായിരുന്നു, അച്ഛൻ മരിക്കണ്ടായിരുന്നു എന്നൊക്കെ ഒരു ചിന്തയോട് കൂടിയാണ് രേവതി വീട്ടിലേക്ക് വരുന്നത്. പക്ഷെ ആ സമയത്ത് രേവതിയുടെ അച്ഛന്റെ സ്ഥാനത്ത് രേവതിയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്ന രവീന്ദ്രനാണ്. രവീന്ദ്രൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും രേവതിക്കുള്ള ഫുഡൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. ഇതൊക്കെ രേവതി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല. രവീന്ദ്രന് സ്വന്തം മോൾ എങ്ങനെയാണോ വിശന്ന് വരുന്നേ, അപ്പൊ ആ മോളോട് കാണിക്കുന്ന ആ പരിഗണനയും സ്നേഹവും എല്ലാം രേവതിയോട് കാണിക്കുന്നുണ്ട്. ആ കൊടും ചൂടിലൊരു തണുപ്പേകാനായിട്ട് എന്ന് പറഞ്ഞ പോലെ മനസ്സിൽ എന്തൊക്കെ വിഷമം ഉണ്ടെങ്കിലും ആ വിഷമങ്ങൾ മാറ്റാനായിട്ട് രവീന്ദ്രനാണ് എപ്പോഴും രേവതിയുടെ കൂടെ നിൽക്കുന്നത്. സച്ചിനെ പറഞ്ഞ് എങ്ങനെയും പറഞ്ഞ് തിരിപ്പിച്ച് രേവതിയായിട്ട് ഒന്ന് ഒന്നിപ്പിക്കണം. അത് മാത്രമാണ് രവീന്ദ്രന്റെ ഉള്ളിലെ ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിനുവേണ്ടിയിട്ടാണ് രവീന്ദ്രൻ ഇത്ര റിസ്ക് എടുക്കുന്നത്. രേവതി നല്ല കുട്ടിയാന്ന് അറിയാം, അതുപോലെ തന്നെ തന്റെ മോൻ സച്ചിയും. പക്ഷെ സച്ചിക്ക് രേവതി ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതല്ല. അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. കുറച്ചുനാൾ കഴിയുമ്പോഴത്തേനും രേവതിയും സച്ചിയും പരസ്പരം മനസ്സിലായി കഴിയുമ്പോഴും അവരുടെ ഉള്ളിലെ വിഷമങ്ങളും വേദനകളും ഒക്കെ മാറിക്കഴിയുമ്പോഴത്തേനും അവരൊന്നാകും. അങ്ങനെ ഒരു ചിന്തയൊക്കെ രവീന്ദ്രൻ ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് രവീന്ദ്രൻ എപ്പോഴും സച്ചിയെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
വീട്ടിൽ നിന്ന് പോകുന്ന സമയത്തും എടാ നീ നിന്റെ ഭാര്യയോട് പറഞ്ഞോ ഇല്ലെങ്കിൽ പറഞ്ഞിട്ട് പോകുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ സച്ചിക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ ഒരു ഫീലിംഗ് പുച്ഛഭാവം, ഈ അച്ഛൻ എന്തൊക്കെയായി പറയാനൊരു ചിന്തയായിരുന്നു. പിന്നീട് കുടിച്ചിട്ട് വരുമ്പോഴാണ് പോലും സച്ചിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് താൻ മുൻകൈ എടുത്ത് നടത്തിയതാണ് ഈ വിവാഹം. അപ്പോൾ ഒരു കാരണവശാലും രേവതി കഷ്ടപ്പെടല്ലേ. അപ്പം അതുകൊണ്ടാണ് സച്ചിയെ രവീന്ദ്രൻ ഉപദേശിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇതൊക്കെ കേട്ടുകഴിയുമ്പോൾ സച്ചിക്കാണ് ആകെപ്പാടെ ദേഷ്യം രേവതിയോട് തോന്നുന്നത്. ഇവള് വന്നതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. പിന്നീട് മടുത്ത് വരുന്ന രേവതിക്ക് വേണ്ടി രവീന്ദ്രൻ ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ദോശയൊക്കെ ചുറ്റുകൊണ്ട് കൊടുത്തു കഴിയുമ്പോഴത്തേനും ചന്ദ്രമതി ആകെപ്പാടെ കിളി പോയ മട്ടിലാണ് നിൽക്കുന്നത്. ചന്ദ്രമതിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥ. ഇതിനു മുമ്പ് തനിക്ക് ഒരു തവണ പോലും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി തന്നിട്ടില്ലെന്നൊക്കെ രവീന്ദ്രനോട് പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ തന്നെ രവീന്ദ്രൻ തക്കതായ മറുപടി ചന്ദ്രമതിക്ക് കൊടുക്കുന്നുണ്ട്. ചന്ദ്രമതിയുടെ സ്വഭാവം വെച്ച് ഒരു ദോശ പോയിട്ട് പച്ചവെള്ളം പോലും എടുത്ത് കൊടുക്കാൻ കഴിയില്ല. അങ്ങനത്തെ സ്വഭാവമുള്ള കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അവർ എഴുന്നേറ്റ് വരുന്ന 9 മണിയാകുമ്പോഴേ എഴുന്നേറ്റ് വരുന്നത്. അതിനുശേഷമായിരുന്നു രവീന്ദ്രനും ആ വീട്ടിലുള്ള എല്ലാവർക്കും ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തോണ്ടിരുന്നത്. പക്ഷെ രേവതി വന്നതിന് ശേഷം അവിടുത്തെ അന്തരീക്ഷം തന്നെ പാടെ അങ്ങോട്ട് മാറി. 5 മണിക്കേറ്റ് രേവതി വീട്ടിലെ ജോലികളെല്ലാം ചെയ്യും. എല്ലാ പണികളും തീർത്തതിന് ശേഷമാണ് പൂക്കടയിലേക്കുള്ള മാലയൊക്കെ കിട്ടുന്നത്. അത് രവീന്ദ്രൻ നന്നായിട്ട് അറിയാം. 5 മണിക്ക് കേൾക്കുന്ന അവൾക്ക് നല്ല വിശപ്പുണ്ടല്ലോ. അതുകൊണ്ടാണ് രവീന്ദ്രൻ രേവതിയുടെ ഓരോ കാര്യങ്ങളും രേവതി ഫുഡ് കഴിച്ചില്ലെങ്കിൽ കഴിക്കും മോളെ എന്നും പറഞ്ഞ് നിർബന്ധിച്ച് തീറ്റിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഇവരെ രണ്ടുപേരും ഒന്നിപ്പിക്കാനായിട്ട് രവീന്ദ്രൻ എന്ത് ചെയ്യുവാണ്, രവീന്ദ്രൻ ആ തന്ത്രമൊക്കെ അങ്ങോട്ട് പ്രയോഗിക്കുന്നുണ്ട്. എങ്ങനെ ഒരു ഒന്നിച്ചു കാണണം, ഒന്നിച്ച് ജീവിച്ചു കാണണം. അന്നേരം തനിക്ക് കണ്ണടച്ചാലും മതി ഈ സച്ചിയുടെ സ്വഭാവമൊക്കെ മാറിയിട്ട് കുടിയൊക്കെ നിർത്തിയിട്ട് അവൻ ഭാര്യയെ സ്നേഹിക്കുന്ന നല്ലൊരു കുടുംബസ്ഥനായിട്ട് ജീവിക്കണം. അതൊക്കെയായിരുന്നു രവീന്ദ്രന്റെ ഉള്ളിലെ ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ ഇതൊക്കെയാണ് ചന്ദ്രമതിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. രേവതിയെ കൂടുതൽ കെയർ ചെയ്യുന്ന കാണുമ്പോഴത്തേനും ചന്ദ്രമതിക്ക് അങ്ങോട്ട് ദേഷ്യം വരാൻ തുടങ്ങും. ചന്ദ്രമതിക്ക് ഭയങ്കര ദേഷ്യം രേവതിയോട്. അത് ഓരോന്ന് കാണുമ്പോൾ തന്നെ രേവതിയുടെ ദേഷ്യമുണ്ട്. പക്ഷെ രവീന്ദ്രനുള്ള സമയത്ത് അധികം അങ്ങനെ പ്രകടിപ്പിക്കില്ല. രവീന്ദ്രൻ തിരിച്ചു പറയാൻ. പിന്നെ സച്ചിയുടെ കേൾക്കലും അധികം പറയില്ല. ഉരുളക്കുപ്പേര് പോലെ തന്നെ സച്ചി മറുപടി കൊടുത്തിരിക്കും. അവനോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എതിർത്തൊരു 10 അങ്ങ് തിരിച്ചു പറയും. അതുകൊണ്ട് ചന്ദ്രമതിക്ക് ആ ഒരു പേടിയും കൂടെ ഉണ്ട് സച്ചിയോട് സംസാരിക്കുമ്പോൾ. പിന്നീട് രവീന്ദ്രൻ കൂടുതൽ ഇങ്ങനെ സ്നേഹപ്പടങ്ങളൊക്കെ കാണിച്ചു കഴിയുമ്പോഴത്തേനും ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് രവീന്ദ്രനോട്, നിങ്ങൾക്ക് ഇത് എന്തിന്റെ കേടാ മനുഷ്യ? നിങ്ങളെപ്പോഴും അവളെ ഇപ്പോൾ ഊട്ടാനായിട്ട് ഇരിക്കുവാണോ? അവൾക്ക് തന്നെ കഴിക്കാൻ അറിയത്തില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രൻ ചന്ദ്രമതിനെ വഴക്ക് പറയുന്നുണ്ട്. നമുക്കൊരു മോളുണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെ പറയുമായിരുന്നോ? ഒരിക്കലും ഇല്ലോ. നീ വാരി കൊടുക്കാനല്ലേ പറയത്തുള്ളൂ. പിന്നെ ഇപ്പൊ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? നമ്മുടെ മോളായിട്ട് നീ ഇവളെ കാണുവാണെങ്കിൽ തീരാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ ചന്ദ്രേത്. അല്ലാതെ നീ ഇവളെ എപ്പോഴും അന്യമായിട്ട് കാണുന്നോണ്ടാ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ കുടുംബത്തിലുണ്ടാകുന്നേ. നിനക്ക് അന്യമായിട്ട് ഇവള് തോന്നുന്നതെന്നൊക്കെ പറയണം. രേവതി രവീന്ദ്രനോട് പറയുന്നുണ്ട്, എനിക്ക് ഈ വീട്ടിൽ കയറി വന്നിട്ട് ആകെപ്പെട്ട അസ്വസ്ഥയച്ചാ. അതുകൊണ്ടാണ് ഞാനിന്ന് അമ്മേനെ കാണാൻ പോയത്. ഏതോ ഒരു വിരുന്നുകാരിയെ പോലെ ഈ വീട്ടിലേക്ക് കയറി വന്ന പോലെയാ തോന്നുന്നത്. എന്ത് ചെയ്യണ്ടെന്നും എനിക്ക് അറിയത്തില്ല അച്ഛാ, എന്നോട് ക്ഷമിക്കണം അച്ഛാ എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രനോട് സോറിയൊക്കെ പറയുന്നുണ്ട്. വീട്ടിൽ പോയി നിൽക്കാൻ പോയതാ. പക്ഷെ ലക്ഷ്മിയമ്മയ്ക്ക് ആരും മനസ്സിലായി. കാരണം ഒരു ദിവസം ഒന്ന് വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തായാലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് താരിപ്പായി പോകും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓടിച്ചെല്ലും. അത് ശരിയല്ല. ഭർത്താവിന്റെ വീട്ടിൽ തന്നെ നിൽക്കണം. ഇനി ചെറിയ പ്രശ്നങ്ങൾക്കൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ലെന്ന് ലക്ഷ്മിയമ്മയ്ക്ക് അറിയാവുന്നതുകൊണ്ടാണ് ലക്ഷ്മിയമ്മ തിരിച്ച് രേവതിനെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വിടുന്നത്. പിന്നീട് നാളെ കാണിക്കുന്ന വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ സച്ചിനെയും രേവതിനെയും കൂടി ഇരുത്തിയിട്ട് രവീന്ദ്രൻ ഫുഡൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ ഇപ്പൊ ഇത് ജസ്റ്റ് പ്രമോ വിശേഷം എല്ലാം കൂടെ ചെറുതായിട്ട് ഉൾക്കൊള്ളിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇതിന്റെ ഫുൾ വിശേഷമായിട്ട് എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നതെന്നുള്ളതൊക്കെ അവിടെ നാളെ രാവിലെ തന്നെ ഞാൻ വരും കേട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കേൾക്കണം. അടിപൊളി വിശേഷമാണ്. സുധിയുടെ അവസ്ഥകളൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേനും ചന്ദ്രമതിയുടെ ഒരു മുഖമൊക്കെ കാണായിരുന്നു. അതേ ഒരു അവസ്ഥയായിപ്പോയി. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെയല്ലേ നടന്നേ. തന്റെ മോൻ നല്ല അമേരിക്ക സൂചിച്ച് ജീവിക്കാൻ ഓർത്തിരുന്ന ചന്ദ്രമതിക്ക് 8ന്റെ പണിയെ കൊടുത്ത സുധിയ. പിന്നെ ചന്ദ്രമതി ആ സത്യങ്ങളൊക്കെ തിരിച്ചറിയാൻ പോവാം. 50 ലക്ഷം കൊണ്ട് സുധിയുടെ കാമുകി മുങ്ങിന്നൊക്കെ. അപ്പൊ അതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ചന്ദ്രമതിക്ക് ഒരു ഞെട്ടലാ ഉണ്ടാകുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.